അതെ ഗൈസ്, നിങ്ങൾ ടൈറ്റിലും തമ്മിലും ഒക്കെ കണ്ട പോലെ തന്നെ വാശി ഏരിയ പോരാട്ടമാണ് ഞങ്ങൾ വീട്ടിൽ നടക്കാൻ പോകുന്നത്. സംഭവം എന്താ വെച്ചാൽ ഏർലി 90s ലാസ്റ്റ് 90s അതേമാതിരി തന്നെ 2K കിഡും തമ്മിലുള്ള ഒരു പൊരിഞ്ഞ പോരാട്ടമാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. സംഭവം എന്താ വെച്ചാൽ ഐസ്ക്രീം ഈറ്റിംഗ് ചലഞ്ചാണ് നമ്മൾ ചെയ്യാൻ പോണത്. മംഗൽത്തമ്മയാണ് ഏർലി 90s നിന്നുള്ള ഒരു മത്സരാർത്ഥി, ലാസ്റ്റ് 90s എന്നുള്ള മത്സരാർത്ഥി എന്നുള്ള നിലയിൽ ഞാൻ അഭിമാനിക്കുന്നു. ആൻഡ് പിന്നെ ഉള്ളത് സൈബയാണ്. സൈബ 2K കിഡ് ആയിട്ടാണ് ഇതിൽ വന്നിട്ടുള്ളത്. അപ്പൊ ഇത്രയും പേരാണ്, ഞങ്ങൾ 3 പേരാണ് ഇതിൽ പങ്കെടുക്കുന്നത്. നമ്മൾ ഇമ്മനെ ഇപ്പനെയും കൂട്ടുമായിരുന്നു, പക്ഷെ ഒരുപാട് ഐസ്ക്രീം നിരത്തി വെച്ചിട്ട് ഷൂട്ട് ചെയ്യാനുള്ള ഒരു പ്ലേസ് ഇവിടെ ഇല്ല. അതുകൊണ്ട് നമ്മളിപ്പോൾ ആദ്യം ഈ 3 പേരാണ് ചെയ്യുന്നത്. ഇത് നിങ്ങൾ സക്സസ് ആക്കുകയാണെങ്കിൽ നമ്മൾ ഇനിയും ഇതുപോലത്തെ സാധനങ്ങൾ കൊണ്ടുവരുന്നതായിരിക്കും. ഇതിൽ ആരാണ് ജയിക്കാന്നുള്ളത് നിങ്ങൾക്ക് ഭയങ്കര ആകാംക്ഷയോടെ നിങ്ങൾ ഇരിക്കുന്നുണ്ടാവും. ഇത് ഇമ്മനോടും ഇപ്പനോടും അതേമാതിരി തന്നെ റോഷനോടൊക്കെ നമുക്ക് ചോദിച്ചു നോക്കണം ആരാണ് ജയിക്കാന്നുള്ളത്, അവരുടെ അഭിപ്രായം എന്താണെന്ന് അറിയണം. അതേപോലെ തന്നെ നിങ്ങൾ ആ വീഡിയോ കണ്ടുകൊണ്ടിരിക്കേണ്ട ടൈം കൊണ്ട് ഞാൻ പോയിട്ട് ഐസ്ക്രീം മേടിച്ചു തരട്ടെ. അപ്പൊ നിങ്ങൾ അത് പോയി കണ്ടുപോവാ. ഉമ്മ, ഞാനും മംഗൽത്തമ്മിയും സേബിയും കൂടി ഒരു ഐസ്ക്രീം ഈറ്റിംഗ് ചലഞ്ച് നടത്താൻ പോവാ. അൽഹംദുലില്ലാ എന്ന് പറയേണ്ടി. കാരണം എന്താ അറിയാ, മംഗൽത്തമ്മ ഐസ്ക്രീം ആയതിനെ കൊണ്ട് കുഴപ്പമില്ല, തിന്നും. ചോറും കഞ്ഞിക്കോ ഒന്ന് ചലഞ്ച് വെച്ചിട്ട് കാര്യമില്ല. അതാണ് അവിടെയാണ് ഞാൻ അത് കണ്ടുപിടിച്ച എന്ത് ചലഞ്ച് മംഗൽത്തമ്മനായിട്ട് ചെയ്യാന്ന് വിചാരിച്ചപ്പോഴാണ് എനിക്ക് അതിൽ നിന്ന് കിട്ടിയത്. കാരണം മംഗൽത്തമ്മക്ക് ഐസ്ക്രീം ഇഷ്ടമാണ്. അപ്പൊ നിങ്ങൾ ആര് ജയിക്കുന്നാണ് പറഞ്ഞത്? അത് ചിലപ്പോ മംഗൽത്തമ്മ തന്നെ ആയിരിക്കും ജയിക്കും, പക്ഷെ ജീവനോടെ ബാക്കി തരണം. ഇത് ഇപ്പനോട് ചോദിച്ചു നോക്കട്ടെ ആരാണ് ജയിക്കാന്നുള്ളത്. ഇപ്പ ആയിരിക്കും ജയിക്കുക? മംഗൽത്തമ്മയാണോ ഞാനാണോ സൈബാണോ ജയിക്കുക? ആരായിരിക്കും ജയിക്കുക നിങ്ങൾ പറയും. അത് പറയാണ്ടോ, അതിന്റെ മോള് തന്നെ ആണാ? സൈബ മോള്. ഉറപ്പാ? നമുക്ക് നോക്കാം. ഞാനേ ഐസ്ക്രീം മേടിക്കാൻ പോവാ. നമുക്കൊരു ചലഞ്ച് ചെയ്താളാ. നല്ലോണാണ്ട് ആരാ ജയിക്കുക? അത് കൊണ്ടുവന്ന് ഇതാക്കിയാൽ ഞാൻ തന്നെ ജയിക്കും, നിങ്ങളെക്കാട്ടി മുന്നേ. സൈബ, നമ്മളെ ഒരു ഐസ്ക്രീം ഈറ്റിംഗ് ചലഞ്ച് നടത്താൻ പോവാ. ആരൊക്കെയുണ്ട്? ഞാന്, ഈ മംഗൽത്തമ്മി. ആയിരിക്കും ജയിക്കുക? എനിക്ക് ആരാന്നാ പറയാളേ? അയ്യോ, ജയിക്കൂ? ഉറപ്പാ? നോക്കണ്ടോ? ബെറ്റിനുണ്ടോ? 500 രൂപയ്ക്ക് ബെറ്റ് നോക്കാം നമുക്ക്. ഇജി ജയിച്ചാല് ഞാൻ എന്തായിട്ടും അറിയോ, 500 രൂപ എനിക്ക് തരും. ബെറ്റ് ഇട്ടാ എല്ലാരും കണ്ടോളെ. ബെറ്റ്. അപ്പൊ അതാട്ടോ ഡീല്. സൈബ ജയിച്ചു കഴിഞ്ഞാല് എനിക്ക് ഇങ്ങോട്ട് പൈസ തരണം, ഞാൻ ജയിച്ചു കഴിഞ്ഞാല് സൈബ ഇങ്ങോട്ട് പൈസ തരണം. അപ്പം അങ്ങനെയാണ് നമ്മൾ ഡീല് വെച്ചിട്ടുള്ളത്. നമ്മൾ ഇനി നേരെ ഐസ്ക്രീം മേടിക്കാൻ പോവല്ലേ സൈബ? അപ്പൊ നേരെ അങ്ങോട്ട് പോട്ടെ. സെറ്റല്ലേ? ഏതൊക്കെ വേണ്ടി? ബട്ടർ സ്കോച്ച് സെറ്റല്ലേ? അങ്ങനെ നമ്മൾ 3 ടൈപ്പ് ഓഫ് ഇത് വാങ്ങിയിട്ടുണ്ട്. വാനില, ബട്ടർ സ്കോച്ച്, സ്ട്രോബെറി അല്ലേ സൈബ? ഇത് നമ്മള് സൈബന്റെ അളവിൽ വെച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ 3 ആളിൽ ആരാണ് ഫസ്റ്റ് ഇതാക്കാൻ നോക്കണം. സൈബന്റെ അളവ് വെച്ചിട്ട്, സൈബക്ക് പറ്റിയ വയറിന് വെച്ചിട്ടുള്ള അളവ് വെച്ചിട്ട് എടുത്തിട്ടുള്ള സൈബ. മനസ്സിലായ? ഓക്കെ. അപ്പൊ എന്തായാലും നേരെ നമുക്ക് വീട്ടിൽ പോയിട്ട് വേണം ബാക്കി കാര്യങ്ങൾ എന്ത് ചെയ്യാന് നോക്കാൻ. പോവാ റോഷു, ഞങ്ങളെ 3 ആളും കൂടി ചലഞ്ച് ചെയ്യാൻ പോവാ. ആര് ജയിക്കും? ഐസ്ക്രീം ചലഞ്ച്. ഐസ്ക്രീമിലാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഏറ്റവും ചെറിയ കുട്ടിയായിട്ടുള്ള മംഗൽത്തമ്മ ജയിക്കും. ആണോ? ഉറപ്പാ? നോക്കാം. എടാ, നിങ്ങൾ ആരും എന്റെ പേര് പറയാത്ത? ആരും എന്റെ പേര് പറയാത്ത? തോക്കുന്ന ആൾക്കാരെ പറയേണ്ട ആവശ്യമില്ല. ഈ ജയിച്ചതിന്റെ ജയിക്കണാണെന്നുണ്ടെങ്കിൽ മംഗൽത്തമ്മ ആയിരിക്കും. അത് ഉറപ്പാ. നോക്കാം. നീ ആവൂല. നോക്കാം. അപ്പൊ അങ്ങനെ നമ്മൾ ചലഞ്ചിനായിട്ട് റെഡി ആയിട്ട് ഇരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ 3 ഐസ്ക്രീം എടുത്തിട്ടുള്ള വാനില, സ്ട്രോബെറി, ബട്ടർ സ്കോച്ച്. ഐസ് ഇങ്ങനെ വിട്ടിട്ടില്ല കേട്ടോ, അത്രയും തണുപ്പിലാണ് ഇതുള്ളത്. ഊതുമ്പോഴൊക്കെ ഇങ്ങനെ ഐസ് പോകുന്നുണ്ട്. മംഗൽത്തമ്മ റെഡിയാണോ? ഇത് നമ്മുടെ ചലഞ്ച് എങ്ങനെയാ വെച്ചാല്, ഏറ്റവും ഫസ്റ്റ് ആരാണോ ഈ ഐസ്ക്രീം തിന്ന് തീർക്കുന്നത് ഓർക്ക് എന്താണ്? പോരാണ് ഇതിന്റെ ഏറ്റവും വലിയ പോരാളി. മംഗൽത്തമ്മ റെഡി അല്ലേ? എന്നാ റെഡി എന്ന് പറയും. റെഡി. മംഗൽത്തമ്മ റെഡി കേട്ടോ. അപ്പൊ നമ്മളിതാ ഓരോരുത്തർക്കും ഓരോ ബൗള് കൊടുക്കുന്നുണ്ട്. ഇത് സൈബക്കുള്ള ബൗള്, ഇത് എനിക്കുള്ള ബൗള്. മംഗൽത്തമ്മക്ക് ഏത് വേണോ? ഇതിൽ കണ്ടിട്ട് ഏതാ തോന്നുന്നേ? ബട്ടർ സ്കോച്ച് വേണോ, വാനില വേണോ, സ്ട്രോബെറി വേണോ? സ്ട്രോബെറി ആണെങ്കിൽ ഈ കളർ ഉണ്ടാവും, വാനില ആണെങ്കിൽ ഈ കളർ ഉണ്ടാവും. മംഗൽത്തമ്മക്ക് വാനില കൊടുക്കാം. നോർമൽ മംഗൽത്തമ്മ കഴിക്കുന്ന വാനില ഞാൻ കൊടുക്കുന്നുണ്ട്. ബട്ടർ സ്കോച്ച് ഞാൻ എടുക്കുന്നത്. സ്ട്രോബെറി ഫാനാണ്. ആരാണ് ഫസ്റ്റ് തീർക്കുന്നത് ഓരോ പോരാളി ഇവിടെ. റെഡി? 1 2 മാറ്റി. റെഡി? 1 2 3 സ്റ്റാർട്ട്.
ഒഴിഞ്ഞ വാശിയേറിയ പോരാട്ടാണ്. ഇതൊക്കെ എന്ത് അല്ലാണ്ട് പാത്രം പൊട്ടിക്കണ്ട. മങ്ങൾത്തമ്മ മങ്ങൾത്തമ്മ പവറാട്ടാ. കെട്ടിന്ന് പോകണ്ട് നമ്മള്. ഞാൻ രണ്ടാമത്തെ ഇട്ട് ഒരു രണ്ടാമത്തെ ഇട്ട് കയ്യാനായിട്ടോ. മങ്ങൾത്തമ്മ നീയൊക്കെ അരട്ട ഹൗസ് റൂട്ടുണ്ട്. അജന്തയിൽ ആദിഭാവം കണ്ടുകൊണ്ട് നടക്കുന്ന ടൈമിൽ നമ്മൾ ഈ സീം ഇട്ടതാ. അത് കഴിഞ്ഞ് കഴിഞ്ഞേ അവിടെ അത് പകുതി കഴിഞ്ഞു കേട്ടോ. ഇന്ത്യന്റെ വൈബ് കുറഞ്ഞത്. വേണേ പൊളിച്ചോളി, പൊളിച്ചാൻ എടുത്തോളി. അല്ലാ എന്തത് അടുത്തല്ലെങ്കിൽ കാര്യമില്ല. പിന്നെ ഒരു കാര്യം ഹിമാലയൻ മലകളല്ലാണ് മകൻ തമ്മിൽ വീട് കിടക്കുന്നട്ടാ. സൈബന്റെ ഇനി ഉണ്ട് അതില് ഇല്ലല്ലേ? ഉണ്ട്. നിങ്ങൾ പേടിക്കാൻ നിങ്ങൾക്ക് ഇഞ്ഞു പണി തരും. വേണ്ട അതിലൊന്നുമില്ലല്ലോ. അവിടെ എങ്ങനെ എത്ര ഉണ്ട് കുറേ ഒന്നുമേ ഇല്ല. ഇതേ ഇന്റത് നോക്കിയേ ഇത്ര ഉണ്ട്. അല്ല സൈബന്റെ അത്ര ഉണ്ട്, ഇന്റത് ഇത്രയുണ്ട്. അങ്ങനത്തെ കഴിഞ്ഞിക്കണ്. ഐസ്ക്രീം മധുരം കൊണ്ടായി ഒരു പരിധി കൂടുതൽ തിന്നു കഴിഞ്ഞാൽ ഭയങ്കര സീനാട്ടോ. നമുക്ക് ഇപ്പൊ തന്നെ മത്ത് പിടിക്കുന്നത്. നിങ്ങളെങ്ങനെ എപ്പോഴാ മത്സരല്ലേ പിന്നെ എന്തെങ്കിലും കട്ടി വിടണ്ടേ? അതെങ്ങനെ മത്സരത്തിന് നിൽക്കുമ്പോ അങ്ങനെയല്ലേ? അപ്പൊ ഒന്നും നോക്കലില്ല. ഐസ്ക്രീം കൊതിയെത്തി. ഇല്ല, ഞാനും സൈബി തോറ്റു. സമ്മതിച്ചെന്ന് മംഗൾത്തമ്മ ജയിച്ചേ. അങ്ങനെ നമ്മളെ വീട്ടിലെ 2K കിഡ് ഇവിടെ തോറ്റിരിക്കുകയാണ്. തോറ്റ് തൊപ്പിട്ട്. മതി ഒന്നും പറയണ്ട. നമുക്ക് എന്താ പറയാനുള്ളത്? ഓളത് തീർന്നില്ല. ഓള് തീർന്നില്ല. നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? മംഗൾത്തമ്മ അതെന്താന്നറിയോ? ഇതൊന്നാമത് ഇഷ്ടം ഒന്നത്. രണ്ടാമത് മത്സരല്ലേ? മുപ്പത്തിര് പിന്നെ വിച്ചമൂത്തനെ കൊണ്ട് മൂപ്പത്തി കൂടി 2 നെയ്യപ്പത്തിന് വെച്ചി നെരിഞ്ഞില് തിന്നാന്. നെരിഞ്ഞില് തന്നെ കഷായത്തിലൊക്കെ ഉണ്ട്, മുട്ട പോവാനൊക്കെ മുള്ളു പോലത്തെ കായ. അത് പച്ചേല് ചമച്ച് തിന്നണം എന്ന് പറഞ്ഞു. എന്നാല് ഒരു പൊതി ഉണ്ട്. ആ ഒരു പൊതിയിലത്തെ ഫുള്ള് ചമച്ച് തിന്നാൻ 2 നെയ്യപ്പം തരും എന്ന് പറഞ്ഞു. ആ
മരുന്ന് ഫുള്ളും തിന്നാലാ. ഞാനൊക്കെ ജനിക്കുന്നതിന് മുന്നെയാണോ നല്ല ഞാൻ കുട്ടിയാണെന്നല്ല. ഇതൊക്കെ വലുപ്പാകുമ്പല്ലേ എന്റെ മക്കള് കണ്ടുണ്ട്, എന്റെ മക്കള് കണ്ടു. എന്ത് പറയും നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്യുന്നത്? ഒരു ഫീലും ഇല്ല, നല്ല ഇതിലാണ്. ഇതിലാണ് നല്ല സുഖമുണ്ട് അല്ലേ? ചൂടത്ത് നല്ല ഐസ്ക്രീം തിന്ന് എന്തായാലും വേണ്ടിയില്ല. കമന്റ് വരാൻ ചാൻസ് ഉണ്ട്, ഷുഗർ ഒക്കെ വരുന്നുള്ളത്. മുന്നേ ചർമ്മകുളത്തിൽ കൊടുക്കേണ്ടി വരുമെന്ന് നോക്കേണ്ടി വരും. നിങ്ങളെക്കാട്ടി അടിപൊളിയാണ് മംഗലത്തമ്മ. ഫുൾ വർക്കിംഗ് കണ്ടീഷനാ. അത് പുള്ളിക്കുള്ള വണ്ടിയാ. പവറുള്ള വണ്ടിക്ക് പവർ കൂടും, അതാണ് അല്ലേ മംഗലത്തമ്മ? ഇതൊന്നും നമുക്കൊരു പുത്തരിയല്ലേ. അടുത്തത് എന്ത് ചലഞ്ച് വേണമെന്നുള്ള നിങ്ങൾ കമന്റ് ചെയ്യണം, നമ്മൾ അതുമായിട്ട് വരും അല്ലേ മംഗലത്തമ്മ? എന്താ പറഞ്ഞേ? പിന്നെ പാക്കറ്റ് ഒന്ന് കാട്ടി കൊടുത്താ പാക്കറ്റ് എവിടെ? വാനിലാണ് മംഗലത്തമ്മ തിന്നുണ്ടായിരുന്നത്. ഒരു മായമില്ല, മന്ത്രമില്ല, കള്ളത്തരമില്ല. അത് നോക്കിക്കോളി. ഇതിലൊരു തേങ്ങയില്ല, ഒരൊറ്റ അടിക്ക്. ലാസ്റ്റ് ഒരു കൂമ്പാരം തന്നെ ഒരൊറ്റ അടിക്ക് മംഗലത്തമ്മ കമ്പി. അതൊക്കെ തിന്നായിരുന്നു അല്ലേ? മംഗലത്തമ്മ, ഇത് നിങ്ങക്ക് പല്ലൊന്നും പുളിക്കലൊന്നുമില്ല? പല്ലൊക്കെ പക്കാണ്ടാ, പക്ക വർക്കിംഗ് ആണ് പല്ലൊക്കെ അല്ലേ? ആ ഒരു പ്രശ്നമില്ല. പല്ല് കോച്ചുണ്ട്, കോച്ചിലപ്പം ഉണ്ടായിന്, നല്ലതും ഉണ്ടായിന്. പക്ഷെ ഇതൊന്നും നമ്മള് മത്സരത്തിൽ അതൊന്നും ഇല്ല. മത്സരത്തിൽ എന്ത് അങ്ങനെ മത്സരിക്കുമ്പോ അതിനനുസരിച്ച് നിൽക്കണ്ടേ? അത് ആ ഒരു പ്ലഷറിൽ നിക്കണം. അതാണ് 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 അല്ല, നമ്മള് മുഴുവനാക്കാൻ എന്താ വെച്ചാല് ഇത് നമ്മള് ആരാണ് ജയിക്കാന്നാ നോക്കിയത്. നിങ്ങള് ഏർലി 90s, ഞാന് ലാസ്റ്റ് 90s. 2K കിഡാണ് ഏത് സൈബ. ഐസ്ക്രീമിന്റെ പ്രാതിനിധ്യം പക്ഷെ അങ്ങനെ അടുപ്പിച്ച് തിന്നാൻ കഴിയില്ല. അതെ 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 അതെ. നിങ്ങളെ മോള് ജയിച്ചില്ലേ? മോള് തന്നെയല്ലേ ജയിച്ചിട്ടുണ്ടാവുക? ആ മോളല്ല, അങ്ങനത്തെ ജയിച്ച്. ആ ഒരു തിരിഞ്ഞുകളി ഉണ്ട്. ഒരു തിരിഞ്ഞുകളി മത്സരം വെക്കുമ്പോ അങ്ങനെ തന്നെയല്ലേ? തിന്നുമ്പോ പിന്നെ അങ്ങനെ വേണ്ടെങ്കിലും മടിയാ, തിന്ന് ചാർത്തിച്ചാലും വേണ്ടില്ല. തിന്നണോ? അതൊക്കെ നിങ്ങൾ ആരെങ്കിലും ഇനി ഉണ്ടെങ്കിൽ കമന്റ് പറയാ. അടുത്തത് നമ്മൾ അത് ചെയ്യൂ. മംഗലത്തമ്മ പിന്നെ മംഗലത്തമ്മക്ക് പത്തിണ്ട്, ചില കാര്യങ്ങളൊന്നും മംഗലത്തമ്മ തിന്നൂല. അതൊന്നും നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. ബീഫ് ചിക്കൻ അങ്ങനത്തെ ഒന്നും മംഗലത്തമ്മക്ക് വരില്ല. തിന്നാൻ പറ്റുന്ന സാധനങ്ങൾ നിങ്ങൾ ഇതേ മെത്തൊക്കെ പറയും. മംഗലത്തമ്മ തിന്നൂല. മംഗലത്തമ്മ നമ്മൾ അടുത്തതായിട്ട് വരൂ അല്ലേ? പൂള വെച്ചിട്ട് തിന്നോളി. പൂള ഏതു? പൂളൊന്നു ഇല്ലല്ല. അടുത്തത് എന്താ ഒരു പറഞ്ഞു നോക്കട്ടെ. എത്ര ഒരു ദിവസങ്ങൾ എത്ര പൂള തിന്നാൻ പറ്റും നിങ്ങൾക്ക്? പറയും. എത്ര പൂള അങ്ങനെയൊന്നും പറയാൻ പറ്റൂല. എത്ര പൂള മാക്സിമം എത്ര തിന്നു? ഒരു ചലഞ്ച് വെക്കുകയാണെങ്കിൽ എത്ര തിന്നു? അല്ല, ഒരു 1/2 കിലോ പൂളൊക്കെ അങ്ങനെ തിന്നു. അതൊക്കെ